സിനിമാ നിർമ്മാണത്തിലെ കണക്ക് പുറത്തുവിട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരി മാസത്തെ കണക്കാണ് പുറത്തുവിട്ടത്. ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്ത 17 സിനിമകളിൽ 11 നഷ്ടമായിരുന്നുവെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുകയാണ്. അർച്ചന ചേരുകയാണ്. അർച്ചന, ഫെബ്രുവരി മാസത്തെ കണക്കാണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ 17 സിനിമകളിൽ 11 നഷ്ടമെന്ന് പറയുന്നു അല്ലേ? തീർച്ചയായും ആതിര, 16 സിനിമകളുടെ കണക്കാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ തിയേറ്റർ ഷെയർ അഥവാ നെറ്റ് കളക്ഷനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് വിനോദ നികുതി അടക്കമുള്ളവ ഒഴിവാക്കിയതിനു ശേഷം ലഭിക്കുന്ന തുകയാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഏകദേശം 53 കോടിയുടെ നഷ്ടമുണ്ടെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് 75 കോടിയിലധികം ഈ ചിലവാക്കിയ സിനിമകൾക്ക് തിരിച്ചു കിട്ടിയത് 23 കോടി 55 ലക്ഷം രൂപയാണ്. അതായത് 53 കോടിയുടെ നഷ്ടം ഈ 16 സിനിമകളിൽ ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫെബ്രുവരി മാസത്തെ കണക്കാണ്. ഇത്തരത്തിൽ നേരത്തെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇത്തരത്തിൽ ഈ സിനിമയിൽ വലിയ നഷ്ടം, സിനിമാ മേഖല വലിയ പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ മുടക്കുമുതലിന് അടുത്തെത്തിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ്. ഇതിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം രൂപ ചിലവാക്കിയിട്ടുണ്ട്. അതിൽ കിട്ടിയ തുക ഇതിൽ ലഭിച്ച തുക ഏകദേശം 11 കോടിയാണ്. അതായത് 13 കോടിയാണ് ചിലവായത്. ഇതിൽ 11 കോടി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ലവ് ഡെയിൽ എന്ന ചിത്രത്തിനാണ് ഏറ്റവും കുറഞ്ഞ തുക ലഭിച്ചിരിക്കുന്നത്. 15,000 രൂപയാണ്. ഇതിൽ 1.5 കോടിയിലധികം രൂപ ഈ സിനിമയ്ക്ക് ചിലവായിട്ടുണ്ട്. ഇത്തരത്തിൽ നഷ്ടങ്ങളുടെ കണക്കാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ആതിര, ശരി, വ്യക്തമാണ്. അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്.